ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഞങ്ങളാണ് റൂബിയും ചേട്ടനും. ഇപ്പം ഞങ്ങളുടെ മറ്റൊരു ചാനൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 4 ഓറഞ്ച് ഞാൻ ജ്യൂസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സുകളായിട്ടുള്ള ചെറി, ടൂട്ടി ഫ്രൂട്ടി, നമ്മുടെ കാഷ്നട്ട്, കിസ്മിസ് ഇതെല്ലാം ഓറഞ്ച് ജ്യൂസിലോട്ട് എടുത്ത് മാറ്റി ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിരിക്കണം. അത് ഒപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ സോക്ക് ചെയ്തിട്ടുള്ള ഇത് മാറ്റി വയ്ക്കുക. കൂടാതെ ഒരു 4 ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. സ്പൈസസുകളായിട്ടുള്ള ഗ്രാമ്പൂ, ഏലയ്ക്ക, ജാതിപത്രി, ജാതിക്ക ഇത് എടുത്ത് നല്ലതായിട്ട് പഞ്ചസാരയിൽ പൊടിച്ച് വയ്ക്കുക. കൂടാതെ കൊക്കോ പൗഡർ, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇത്രയും നമുക്ക് കേക്കിന് ആവശ്യമാണ്. അതും എടുത്ത് മാറ്റി വയ്ക്കുക. കൂടാതെ കുറച്ച് ഒരു 100 ml നമ്മുടെ ഡേറ്റ്സ്, ഈന്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്ത് അതും അരച്ച് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കേക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ. ആ സമയത്ത് തന്നെ നമുക്ക് കേക്കിലോട്ട് ഒഴിക്കാനുള്ള ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ, നമുക്ക് കാരമലൈസ്ഡ് എടുത്ത് ഷുഗർ സിറപ്പ് മാറ്റി വയ്ക്കുക. ഇത് നമ്മുടെ നട്ട്സിനെ നമ്മുടെ സ്പൈസസ് ഇവിടെ ഞാൻ എടുത്ത് നല്ലതുപോലെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുക്കുക. 400 ml മൈദയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്താക്കുന്നത്. അതിലോട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ അത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പേപ്പറിലോട്ട് നല്ലതുപോലെ മാറ്റിയെടുത്ത് കവർ ചെയ്ത് വയ്ക്കുക. എയറൊന്നും നമ്മുടെ കാറ്റൊന്നും കയറാതെ നല്ലപോലെ മൂടിയെടുത്ത് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഓവനെ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തിടണം. ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി 180 ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാനുള്ള റെഡി ചെയ്യാം. കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് 200 ഗ്രാമിൻ്റെ 2 ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ബട്ടർ നല്ല റൂം ടെമ്പറേച്ചറിലായെങ്കിൽ നമുക്കത് ബീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ബട്ടർ 2 എടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ബീറ്റർ ഇല്ലാത്തവർക്ക് നമുക്ക് മിക്സിയിൽ അടിച്ചാണേലും എടുക്കാം. ഇവിടെ നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. മെൽറ്റായിട്ടിരിക്കുന്ന ബട്ടറിലോട്ട് നമുക്ക് ഒരു 200 ഗ്രാം, 400ൻ്റെ പകുതി 200 ഗ്രാം പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്താക്കുന്നത്. പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ നമുക്കത് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും ഓർക്കുക, കുറേശ്ശെ കേക്കിനെടുക്കുന്ന സാധനങ്ങളൊക്കെ കുറേശ്ശെ ഇട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. എടുക്കുന്ന സാധനങ്ങളെല്ലാം തന്നെയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കല്ല. എപ്പോഴും ഓർക്കുക, കേക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. കേക്ക് പൊങ്ങി വരാനും ചാൻസ് കുറവാണ്. അപ്പോൾ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും നമ്മുടെ ബട്ടറും ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, പഞ്ചസാരയും ബട്ടറും ഇവിടെ ഇതിൽ മിക്സായി കിട്ടിയപ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ 8 മുട്ടയാണ് 400 ml ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 400 ഗ്രാം. അതിലോട്ട് 8 മുട്ടയുടെ ആവശ്യം വരുന്നുണ്ട്. 200 ഗ്രാമിന് 4 മുട്ടയാണ്. അപ്പം 400 ഗ്രാമിന് 8 മുട്ട എന്നുള്ള കണക്കിൽ മുട്ട ഞാൻ എടുത്ത് വെച്ച് ഓരോന്നായിട്ട് മുട്ട നമുക്ക് നമ്മുടെ ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ 8 മുട്ടയും പൊട്ടിച്ച് നല്ലതുപോലെ നമ്മുടെ പഞ്ചസാരയുടെയും ബാറ്ററിൻ്റെയും മിശ്രിതത്തിലോട്ട് ചേർക്കണം. അത് സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നതെല്ലാം നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. നമ്മുടെ മുട്ടയും കൂടി ഇട്ട് നല്ലതുപോലെ അതിവിടെ നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ സ്പൈസസുകൾ
ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അത് കുറച്ച് ഷുഗറിലാണ് ഞാനത് പൊടിച്ച് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത്. ഷുഗറിലോട്ട് നമുക്ക് സ്പൈസസുകൾ ഇട്ട് കൊടുത്ത് പൊടിക്കുമ്പോൾ പെട്ടെന്ന് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്പൈസസുകൾ ഇതിലോട്ട് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക. സ്പൈസസുകൾ പ്രത്യേകമായിട്ട് ഞാൻ എടുത്താക്കുന്നത് നമ്മുടെ ജാതിപത്രി, ഗ്രാമ്പൂ, കൂടാതെ നമ്മുടെ കറുവാപ്പട്ട 2 ഇഞ്ച്, അതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1.5 ടീസ്പൂൺ വാനില എസൻസ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ വാനില എസൻസും നമ്മുടെ സ്പൈസസിൻ്റെ പൊടിയും കൂടെ നല്ലതുപോലെ യോജിപ്പിക്കുക. മിക്സ് ചെയ്ത് ബീറ്ററും കൊണ്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നല്ലതുപോലെ നമുക്ക് ഇതായി കിട്ടുമ്പോഴത്തേക്കും മിക്സായി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പാണിത്. അതും മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുക. അതും നമുക്ക് ബീറ്ററിൽ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമുണ്ട്. കാരമലൈസ്ഡ് സിറപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല കളറ്, നല്ല ബ്രൗൺ കളർ കിട്ടും. അകവും നല്ലതായിട്ടിരിക്കും, വെളിയും പുറവും നല്ലതായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കാരമലൈസ്ഡ് സിറപ്പിനെ ഞാനിവിടെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യുന്നുണ്ട്. കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് 3 ടീസ്പൂണാണ് ഞാനെടുത്തത്. 3 ടീസ്പൂൺ 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ട് അതിനെ നല്ലതുപോലെ കാരമലൈസ്ഡ് ചെയ്യുകയാണ്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് നല്ലതായിട്ട് കാരമലൈസ്ഡ് ആയിട്ട് കിട്ടും. കാരമലൈസ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ വേറെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കുക, അറിയത്തില്ലാത്തവർ. ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ ആവശ്യമുണ്ട്. ആ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന മുട്ടയുടെയൊക്കെ ആ ഒരു ചുവയുണ്ടല്ലോ, മുട്ടയുടെ ഒരു ചുവ മുന്നിലോട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും 200 ഗ്രാമാണ് നമ്മളുടെ ഇതെടുക്കുന്നെങ്കിൽ അരമുറിയുടെ ആവശ്യമുള്ളൂ. ഇത് എനിക്ക് 1 കിലോ കേക്കിനുള്ളതുണ്ട്. അപ്പോൾ ഞാൻ ഒരു നാരങ്ങ മൊത്തം കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നല്ലതുപോലെ ഒന്നും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. അത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. കണ്ടല്ലോ, ക്യാരറ്റ് നമ്മൾ കുറേശ്ശെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ബീറ്ററും കൊണ്ട് അതിനെയും ബീറ്റ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഡേറ്റ്സ്, ഈന്തപ്പഴം. ആ ഡേറ്റ്സിനെ നല്ലതുപോലെ മിക്സിയിൽ അരച്ചിട്ട് അത് ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ കേക്കിന് നല്ല ഒരു ടേസ്റ്റാണ്. ക്യാരറ്റിൻ്റെയും നമ്മുടെ ഡേറ്റ്സിൻ്റെ എല്ലാം കൂടെ ആ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം നിങ്ങൾ എങ്ങനെയാണേലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. പിള്ളേരുടെ ബർത്ത്ഡേക്കോ അല്ലെ എന്തെങ്കിലുമൊക്കെ വിശേഷാവസരങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരു തവണ ട്രൈ ചെയ്യുക. എനിക്ക് കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ് എന്ന്. ഈ പ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസിനുണ്ടാക്കിയ കേക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ രണ്ടാമതും ഇത് പിന്നെയും ഉണ്ടാക്കി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നേരെ നോക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനിവിടെ കാണിക്കുന്നത്, നമ്മൾ നേരത്തെ മൈദ ബേക്കിംഗ് പൗഡർ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പേപ്പറിൻ്റെ അകത്ത് തന്നെ പൊതിഞ്ഞ്. ആ മിക്സിനെ നമുക്ക് നമ്മുടെ ബാറ്ററിൻ്റെ അകത്തോട്ട്, കേക്കിൻ്റെ ബാറ്ററിൻ്റെ അകത്തോട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. മൈദ വയ്ക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്ററും കൊണ്ടാകുമ്പോൾ ഒത്തിരി ഇതായി പോകും. നമുക്കൊരു ബിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂണും കൊണ്ട്, സ്പാച്ചുല ഉണ്ടെങ്കിൽ സ്പാച്ചുലയും കൊണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബീറ്ററും കൊണ്ട് മൈദ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മൈദ കുറേശ്ശെ ഇട്ടൊരു ബിസ്ക് എടുത്തിട്ട് അതിനെ ഒരുമാതിരി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചാൽ മതി. കണ്ടല്ലോ, ഞാനിവിടെ ബിസ്ക്കാണ് ഉപയോഗിക്കുന്നത്, ബീറ്റർ മാറ്റിയിട്ടുണ്ട്.
നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിൻ്റെ സ്റ്റീലിൻ്റെ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലയോ ഉണ്ടെങ്കിൽ സ്പാച്ചുലയോ അത് ഏതെങ്കിലും വെച്ച് യൂസ് ചെയ്യാം. കുറേശ്ശെ ഇട്ട് നമുക്ക് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇവിടെ നമ്മുടെ മൈദ മൊത്തം നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബീറ്ററും കൊണ്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നത് ഇതായി പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ കേക്കിന് ഒരു നല്ല കളർ, ഒരു ബ്രൗൺ കളർ, ശരിക്കും നല്ലൊരു കളറ് കിട്ടും. 1 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അതും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, കേക്കിൻ്റെ കളർ ഇവിടെ മാറിയത് കണ്ടല്ലോ. കേക്ക് അടിപൊളി കേക്ക് ടേസ്റ്റുമാണ്, നല്ല ഇതാണ്. നമ്മളിവിടെ നമ്മൾ കുതിർത്ത് വച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഓറഞ്ച് ജ്യൂസിൻ്റെ അകത്ത് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സാണ്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് മൈദയും കൂടെ ഇട്ട് നല്ലതുപോലെ മൈദ കുറച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. മൈദയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് അടിയിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് താഴോട്ട് താന്നു പോകത്തില്ല, അത് മേളിൽ തന്നെ കിടക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മൈദയിൽ മുക്കി വെച്ചിരിക്കുന്ന, നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനെ നമ്മൾ കേക്കിൻ്റെ മിശ്രിതത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക വിസ്ക് കൊണ്ട് തന്നെ. കണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു തവണ നമുക്കൊന്ന് നമ്മുടെ ബീറ്ററും കൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മൊത്തം ഇതിൽ ഒന്ന് ഇതായി കിട്ടും. ഒറ്റ തവണ ഒന്ന് കറക്കിയാൽ മതി, അധികം കറക്കണ്ട. കഴിഞ്ഞു. ബീറ്ററിലുള്ള നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരുത്തി കേക്കിൻ്റെ ടേസ്റ്റ് നോക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പം ഇവിടെ അത് ക്ലീനാക്കി നല്ലതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഓവൻ അവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ഡിഷിലോട്ട് നേരത്തെ തന്നെ ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതിനെ നല്ലതായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ആദ്യം നെയ്യിട്ട് നല്ലതുപോലെ ഗ്രീസ് ചെയ്യുക. അതിൻ്റെ മുകളിലോട്ട് മൈദ കുറച്ച് മാറ്റി വെച്ചിട്ട് അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് അതിനെ എല്ലാ സൈഡിലും ഒന്ന് നമ്മുടെ കേക്കിൻ്റെ ഡിഷിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, അപ്പം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട്, ഡിഷിലോട്ട്, അലുമിനിയത്തിൻ്റെയാണ്, എൻ്റെ ഓവൻ്റെ അകത്ത് വയ്ക്കുന്നതിൻ്റെ പാത്രമാണ്. അതിൻ്റെ നടുവിലൊരു ഗ്ലാസ് പോലത്തെ ഇതുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കേക്കിനെ ഡിമോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് മോൾഡിങ് പ്ലേറ്റിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ കേക്ക് ഡിഷിൻ്റെ ഒരു 3/4 മാത്രം, മീൻസ് 3/4 ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, കുറേശ്ശെ എല്ലാ സൈഡിലും കയറുന്ന മാതിരി നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. മൊത്തമായിട്ട് ഒരിക്കലും ഫില്ല് ചെയ്യില്ല. ഒരു 3/4 ഭാഗം വരുന്ന നമ്മുടെ പാത്രത്തിൻ്റെ 3/4 ഭാഗം ഇരുന്നാൽ മതി. ഇത്രയും ഞാൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, മൊത്തമായി കഴിയുമ്പോൾ നമ്മുടെ ഡിഷിനെ അടുത്തൊന്ന് 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ നമ്മുടെ പാത്രം എടുത്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് എല്ലാം നല്ലതുപോലെ മാറി നമ്മുടെ കേക്കിൻ്റെ മിശ്രിതം കേക്ക് പാനിൻ്റെ എല്ലാ സൈഡിലോട്ടും വന്ന് നല്ലതായിട്ട് നിരന്ന് സ്പ്രെഡായി നല്ലതായിട്ട് കിട്ടും. അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസും എല്ലാം പോയി കിട്ടും. കണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് ഇത്രയും ആയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം. ആ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ചെറിയും കാഷ്നട്ടും ബദാമും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുറേശ്ശെ ഇട്ട് മേളിൽ കൂടെ കേക്കിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കണം.
ഇത്രയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഓവനിലോട്ട് വെച്ച് കൊടുക്കുക. ഓവനിലോട്ട് വെച്ച് കൊടുത്ത് ഓവൻ്റെ അടപ്പ് മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് 45 മിനിറ്റ് 180 ഡിഗ്രിയിൽ അതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് അടുത്ത പാത്രത്തിലോട്ട് നമുക്ക് സെക്കൻഡ് കേക്കിനുള്ളത് എടുത്ത് വെച്ച് റെഡിയാക്കി വയ്ക്കുക. അവിടെ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്ക്, അടിപൊളി കേക്കായിരുന്നു. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ബൈ.